Once again, welcome back to KCS Classes. KCS Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി 4-year UG BCom BBA സെക്കൻഡ് സെമസ്റ്റർ എക്സാംസ് ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. നെക്സ്റ്റ് നമുക്ക് തേർഡ് സെമസ്റ്ററിലോട്ടാണ് കിടക്കേണ്ടത്. സോ BCom തേർഡ് സെമസ്റ്റർ സ്റ്റുഡൻസിന്റെ സബ്ജക്ട് ഡീറ്റെയിൽസ് എങ്ങനെ സിലക്ട് ചെയ്യാം അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. നിങ്ങൾക്ക് പേപ്പേഴ്സ് സെലക്ട് ചെയ്യാൻ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും ആ ഒരു വീഡിയോ. സോ ആ വീഡിയോയിൽ തന്നെ ഞാൻ മെൻഷൻ ചെയ്തൊരു കാര്യമാണ്, ഓരോ സബ്ജക്റ്റിൻ്റെയും സിലബസ് അനാലിസിസ് വീഡിയോ നമ്മൾ നെക്സ്റ്റ് ചെയ്യും എന്നുള്ളത്. അതിലൂടെ നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കണം, എങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കണം, ഹൈ മാർക്സിലോട്ട് പോകാൻ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. പലപ്പോഴും കുട്ടികൾ പറയുന്നു മറ്റൊരു കാര്യം, ഒന്ന് പാസ് ആകണമെങ്കിൽ മിനിമം ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് ഏതൊക്കെയാണ്. സോ ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ കുട്ടികൾക്കുണ്ട്. സോ അതിൻ്റെ സീരീസ് നമ്മൾ ഇന്ന് മുതൽ ആരംഭിക്കുകയാണ്. ഇന്നത്തെ വീഡിയോയിൽ ആദ്യത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം പേപ്പർ മേജർ ഡിസിപ്ലിൻ കോർ കോഴ്സാണ് അഡ്വാൻസ്ഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് തേർഡ് സെമസ്റ്റർ BCom സ്റ്റുഡൻസിന് പഠിക്കാനുള്ളതാണ്. സോ ഈ ഒരു സബ്ജക്റ്റിൻ്റെ എൻറ്റയർ ഡീറ്റെയിൽസിലോട്ടാണ് നമ്മൾ കിടക്കുന്നത്. അതിനുശേഷം ബാക്കിയുള്ള ഓരോ പേപ്പേഴ്സിൻ്റെ സിലബസ് അനാലിസിസ് വീഡിയോസ് വരുന്നതായിരിക്കും. അതിലൂടെ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി BCom BBA എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനും സാധിക്കും. അതുമാത്രമല്ല നമ്മൾ അസൈൻമെൻറ്റ് സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പ്രോബ്ലം പേപ്പർ മേജർ ഡിസിപ്ലിൻ കോർ കോഴ്സ് അഡ്വാൻസ്ഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലോട്ടാണ് നമ്മൾ കിടക്കുന്നത്. ദെൻ ബാക്കി നിങ്ങൾ സെലക്ട് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് കോഴ്സസ് ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ ഇതിനേക്കാൾ മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞു. ഇപ്പോൾ നിങ്ങൾക്ക് എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സിന് ലാംഗ്വേജ് ഹിന്ദി ഉണ്ട്, സാൻസ്ക്രിറ്റ് ഉണ്ട്, അറബിക് ഉണ്ട്, മലയാളം ഉണ്ട്. അപ്പോൾ മെജോറിറ്റി കുട്ടികൾക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് പ്രായോഗിക മലയാളം, അറബിക് ആണെങ്കിൽ അത്. അതുപോലെ തന്നെ വാല്യൂ ആഡഡ് കോഴ്സിന് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ലിറ്ററസി ആണ്, എസ്പെഷ്യലി BCom BBA സ്റ്റുഡൻസിന്. ദെൻ സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സിൽ ഏറ്റവും ബെസ്റ്റ് ഡാറ്റ അനലിറ്റിക്സ് ആണ്, ഫ്യൂച്ചറിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ മൾട്ടി ഡിസിപ്ലിനറിൽ ഏറ്റവും ബെസ്റ്റ് ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് ആണ്. ഓക്കെ, ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞാണ്. അപ്പോൾ ഇതിൽ BCom സ്റ്റുഡൻസിൻ്റെ കോർ കോഴ്സ് ആയിട്ടുള്ള അഡ്വാൻസ്ഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ സിലബസ് ഡീറ്റെയിൽസിലോട്ടാണ് നമ്മൾ കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനേക്കാൾ മുമ്പ് ബേസിക്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ. ഇതിൽ കുറച്ചുകൂടി കൂടുതലായിട്ട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഒരു 6 ബ്ലോക്കുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഫസ്റ്റ് ബ്ലോക്ക് വരുന്നത് ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ്, IFRS എന്താണ്, അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഫസ്റ്റ് ബ്ലോക്കിൽ പഠിക്കാനുള്ള. പിന്നെ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. ഓക്കെ, അപ്പോൾ ഒരുപാട് തിയറിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്, പ്രോബ്ലംസും ഉണ്ട്. ദെൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൊഡ്യൂൾ അക്കൗണ്ട്സ് ഓഫ് ഹയർ പർച്ചേസ് ആൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് സിസ്റ്റം, SA വരുന്ന ഒരു ഏരിയ ആണ്. ദെൻ റോയൽറ്റി അക്കൗണ്ട്സ്, അഗെയിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഏരിയ. ദെൻ ബ്രാഞ്ച് അക്കൗണ്ട്സ്, കട്ടയ്ക്ക് നിൽക്കുന്ന ചാപ്റ്റേഴ്സ്, ഇതൊക്കെ ടൈം എടുത്ത് പഠിക്കണം, നല്ല ടഫാണ് പല ഏരിയാസും കേട്ടോ. ദെൻ അക്കൗണ്ടിങ് ഫോർ കൺസൈൻമെൻ്റ് ആണ് പിന്നെ വരുന്നത്. അപ്പോൾ ഇതിൽ ബ്ലോക്ക് നമ്പർ 3, 4, 5, 6 എന്ന് പറയുന്നത് ചങ്ക് ചാപ്റ്റേഴ്സാണ്. SA അതുപോലെ തന്നെ 5 മാർക്സ് 2 മാർക്സ് അങ്ങനെ എന്താണ് ശറപറാന്ന് ചോദ്യങ്ങൾ വരുന്ന ഏരിയാസ് ആണ് ഇതൊക്കെ. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ സിലബസിൻ്റെ കുറച്ചും കൂടി ഡെപ്തിലോട്ട് കിടക്കാം. അതിൽ ആദ്യം ബ്ലോക്ക് നമ്പർ 1 യൂണിറ്റ് നമ്പർ 1 ഇൻട്രൊഡക്ഷൻ ടു IFRS ആണ്, തിയറിയാണ്. ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് എന്താണ്, ദ നീഡ് ഫോർ കൺവേർജൻസ്, ഈ പറയുന്ന IFRS എന്താണ്, IFRS കൺവേർജൻസിൻ്റെ കൺസെപ്റ്റ് എന്താണ്, നല്ല രീതിയിൽ മനസ്സിലാക്കി പഠിക്കേണ്ടതാണ്, ബൈ ഹാർട്ട് അല്ലാണ്ട്. ദെൻ അതിനുശേഷം ബെനഫിറ്റ്സ് ഓഫ് IFRS കൺവേർജൻസ്. പിന്നെ നെക്സ്റ്റ് യൂണിറ്റ് നമ്പർ 2 അഡോപ്ഷൻ ഓഫ് IFRSനെ പറ്റിയിട്ട്. നമ്മുടെ നാട് ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സിലെ കൺവേർജൻസ് ആണ് നടത്തിയിട്ടുള്ളത്. നേരെ വെച്ചാൽ ബംഗ്ലാദേശിലൊക്കെ ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിലെ അഡോപ്ഷൻ ആണ് നടന്നിട്ടുള്ളത്. അപ്പോൾ എന്താണ് അഡോപ്ഷനും കൺവേർജൻസും തമ്മിലുള്ള ഡിഫറൻസ് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കണം. പിന്നെ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ IND ASഉം IFRSഉം, അണ്ടർസ്റ്റാൻഡിങ് ഓഫ് US GAAP ആൻഡ് ഇന്ത്യൻ GAAP, ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിളാണ്.
ഇന്ത്യൻ ഗ്യാപ്പ് എന്താണ്, അതുപോലെ തന്നെ US ഗ്യാപ്പ്, ദെൻ ഫസ്റ്റ് ടൈം അഡോപ്ഷൻ ഓഫ് IFRS. അപ്പോൾ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാനുള്ളതാണ്. ബ്ലോക്ക് നമ്പർ 1 യൂണിറ്റ് നമ്പർ 2 ഇതൊക്കെ ഡിസ്കസ് ചെയ്യാനുള്ളത്. പിന്നെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിനെ പറ്റിയിട്ടാണ്. ഇൻവെൻട്രീസ്, ഇൻഡേസ് 2 അക്കൗണ്ടിങ് ഫോർ പ്രോപ്പർട്ടി പ്ലാന്റ് എക്യുപ്മെൻറ്റ്, പിന്നെ 16 അക്കൗണ്ടിങ് ഫോർ ഇൻടാഞ്ചിബിൾ അസറ്റ്സ് 38, ഇൻവെൻട്രീസ് 2 അക്കൗണ്ടിങ് ഫോർ പ്രോപ്പർട്ടി പ്ലാന്റ് എക്യുപ്മെൻറ്റ് 16, ഇൻടാഞ്ചിബിൾ അസറ്റ്സ് 38. പിന്നെ യൂണിറ്റ് നമ്പർ 2 നെക്സ്റ്റ് അക്കൗണ്ടിങ് ഫോർ ഇംപേയ്മെൻറ്റ് ഓഫ് അസറ്റ്സ്, ബോറോയിങ് കോസ്റ്റ്, ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി, റവന്യൂ ഫ്രം കോൺട്രാക്ട്സ് വിത്ത് കസ്റ്റമേഴ്സ്, ഇതൊക്കെയാണ് പിന്നെ വരുന്നത്. അപ്പോൾ ബ്ലോക്ക് നമ്പർ 2 അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിനെ പറ്റിയിട്ടാണ്. തിയറി ഉണ്ട്, ചെറിയ ചെറിയ പ്രോബ്ലംസ് ഉണ്ട്. നിങ്ങളതുകൊണ്ട് തന്നെ പഠിച്ചു തുടങ്ങുമ്പോൾ ഫസ്റ്റ് ബ്ലോക്കിലത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ആദ്യം പഠിക്കാം. ബേസിക് തിയറീസൊക്കെ അറിയണം. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് അതിൻ്റെ ഓർഡറിൽ തന്നെ പഠിക്കുകയാണെങ്കിൽ ചിലപ്പോൾ കുട്ടികൾക്ക് വെറുത്ത് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കൺസെപ്റ്റ് കിട്ടാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ബ്ലോക്ക് പഠിച്ചതിന് ശേഷം നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ബ്ലോക്ക് നമ്പർ 3 കിടക്കുന്നതാണ്. ഓക്കെ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമുക്ക് പ്രോബ്ലംസ് വരുന്ന ഏരിയ എന്ന് പറയുന്നത് 3, 4, 5, 6 ആണ്. അപ്പോൾ നേരെ വേണമെങ്കിൽ നിങ്ങൾക്ക് ബ്ലോക്ക് നമ്പർ 3 കിടക്കുന്നതുകൊണ്ടും നോ പ്രോബ്ലം. ആദ്യത്തെ 2ഉം 3ഉം പഠിച്ചാലേ 3ലേക്ക് പോകാൻ പറ്റുള്ളൂ എന്നില്ല. ഓക്കെ, സ്മാർട്ട് അപ്രോച്ച് എന്ന് പറയുമ്പോൾ 3 മുതൽ സ്റ്റാർട്ട് ചെയ്താലും നോ പ്രോബ്ലം. കാരണം SAക്കും 5 മാർക്സിനൊക്കെ ചോദ്യങ്ങൾ വരുന്നത് ഇവിടെ നിന്നാണ്. സോ ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ട്സ് ഓഫ് HP, ഹയർ പർച്ചേസ് ആൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് സിസ്റ്റം, തിയറി ഉണ്ട്, പ്രോബ്ലംസ് ഉണ്ട്. നല്ല രീതിയിൽ മനസ്സിലാക്കി ചെയ്യാനുള്ളതാണ്. ഞാൻ പറഞ്ഞു SAക്കും വരും, അതുപോലെ തന്നെ 5 മാർക്സ് 2 മാർക്സ് എല്ലാത്തിലും 3-4 പാർട്ടിലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്ന ചോദ്യങ്ങളുണ്ട്. എൻട്രീസ് പഠിക്കണം, പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യണം. HPയുടെ ഇൻസ്റ്റാൾമെൻറ്റ് സിസ്റ്റം മനസ്സിലാക്കേണ്ട കുറച്ച് തിയറി കാര്യങ്ങൾ മാത്രമാണ്. പ്രോബ്ലംസ് വരുന്നത് മെയിനായിട്ട് HP ആണ്. ഓക്കെ, പിന്നെ ഇൻട്രൊഡക്ഷൻ ടു റോയൽറ്റി അക്കൗണ്ട്സ് ആണ്. അഗെയിൻ എന്താണ്, ജനറൽ എൻട്രീസ് പഠിക്കണം. പ്രോബ്ലംസ് നമുക്ക് 5 മാർക്കിൻ്റെയിലാണ് കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. തിയറി വരും, 2 രീതിയിലും വരുന്നതാണ്. ചിലപ്പോൾ SAക്കും വരാം. പ്രിപ്പറേഷൻ ഓഫ് റോയൽറ്റി അക്കൗണ്ട്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഏരിയ. ഓക്കെ, പിന്നെ ബ്രാഞ്ച് അക്കൗണ്ട്സ് ആണ് SC നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റൊരു ബ്ലോക്കാണ്. ബ്രാഞ്ച് കുറച്ച് ടഫസ്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരുന്നതാണ് SAക്ക്. ബ്രാഞ്ച് അക്കൗണ്ട്സ് എന്താണ്, ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ച് പലപ്പോഴും കുട്ടികൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നാറുള്ള ഒരു ഏരിയ ആണ്. SAക്ക് വരാറുണ്ട് ബ്രാഞ്ചിനെ പറ്റിയിട്ട്. SAക്കും 5 മാർക്കും 2 മാർക്സും ഒക്കെ വരാറുള്ളതാണ്. കൺസൈൻമെൻ്റ് ആണ് ലാസ്റ്റ് വരുന്നത്, കുറച്ച് ടഫസ്റ്റ് ആണ്. ഞാൻ വീണ്ടും പറയുന്നു, ഈ പ്രോബ്ലം ഏരിയ ഇപ്രാവശ്യം ഉള്ളത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യങ്ങളുണ്ട്. കൺസൈൻമെൻറ്റിൻ്റെ മീനിങ്, തിയറി, പിന്നെ എൻ്റെ പ്രോബ്ലംസ് ആണ് പിന്നെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് 6 ബ്ലോക്കുകളുടെ ഡീറ്റെയിൽസ്. അപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യുക പഠിക്കാൻ വേണ്ടിയിട്ട് സ്മാർട്ട് അപ്രോച്ചിന് യു ക്യാൻ സ്റ്റാർട്ട് വിത്ത് ബ്ലോക്ക് നമ്പർ 3 വേണമെങ്കിൽ. ബ്ലോക്ക് നമ്പർ 3 ആദ്യം പഠിക്കുക, ബ്ലോക്ക് നമ്പർ 4 നെക്സ്റ്റ് പഠിക്കുക, ദെൻ അതിനുശേഷം ബ്ലോക്ക് നമ്പർ 5 കിടക്കുക. ബ്രാഞ്ച് വലിച്ചു വാരി പഠിക്കരുത്. മിക്കതും ഏറ്റവും കൂടുതൽ വരുന്ന ഏരിയ എന്ന് പറയുന്നത് ആദ്യത്തെ ഡിപെൻഡൻറ്റ് ബ്രാഞ്ചിൻ്റെ ഒക്കെയാണ് കണ്ടുവരാറ്. ബ്ലോക്ക് നമ്പർ 5 കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ നേരെ ബ്ലോക്ക് നമ്പർ 1 കിടക്കുക. IFRSൻ്റെ ബേസിക് തിയറിയും കാര്യങ്ങളൊക്കെ ബ്ലോക്ക് നമ്പർ 1 2 യൂണിറ്റ് പഠിക്കുക. അതിനുശേഷം ബ്ലോക്ക് നമ്പർ 6 കിടക്കുക. ആൻഡ് ഫൈനലി ലാസ്റ്റ് നിങ്ങൾ ബ്ലോക്ക് നമ്പർ 2 ഫോക്കസ് ചെയ്താൽ മതി. ഓക്കെ, ഇതാണ് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ബുക്സിൻ്റെ ഡീറ്റെയിൽസ്, നല്ല പ്രോബ്ലംസിൻ്റെ നല്ല ടെക്സ്റ്റ് ബുക്ക് നോക്കി നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. സ്റ്റഡി മെറ്റീരിയൽ മാത്രം നോക്കി പോകരുത്. കാരണം സ്റ്റഡി മെറ്റീരിയൽ നമുക്കറിയാം പ്രസൻറ്റേഷൻ വൈസ് ഉള്ള ചെറിയ ചെറിയ പ്രോബ്ലംസൊക്കെ ചിലപ്പോൾ ബുദ്ധിമുട്ടുള്ളത്. അപ്പോൾ നമ്മളെല്ലാം നല്ല പ്രോബ്ലംസ് ഉള്ള ഈ ബുക്കുകളിൽ നിന്നുള്ള കാര്യങ്ങൾ നമ്മുടെ സ്ഥാപനത്തിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യിപ്പിക്കും. ഇപ്പോൾ കല്യാണി പബ്ലിക്കേഷൻസ് നല്ല സജഷനാണ്. പലപ്പോഴും നല്ല ചോദ്യങ്ങളുള്ള എന്താണ് ഒരു ബുക്കാണ് കല്യാണി പബ്ലിക്കേഷൻസിൻ്റെ. അപ്പോൾ ദാറ്റ്സ് അബൌട്ട് നമുക്ക് മെയിൻ സബ്ജക്റ്റ് ആയിട്ടുള്ള അഡ്വാൻസ്ഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിനെ പറ്റി പറയാനുള്ളത്. സപ്ലി കിട്ടാതിരിക്കാൻ ഇപ്പോൾ തന്നെ നിങ്ങളുടെ പഠനം ആരംഭിക്കുക. കാരണം വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. നമ്മൾ ഫസ്റ്റ് സെമസ്റ്ററിലൊക്കെ കണ്ട പോലെ സിമ്പിളല്ല, കുറച്ചും കൂടി ഡെപ്തിൽ വലിയ വലിയ പ്രോബ്ലംസൊക്കെ ഉള്ള ഒരു സബ്ജക്റ്റാണ് കേട്ടോ. നല്ല രീതിയിൽ സമയം സ്പെൻഡ് ചെയ്യണം. പ്രോബ്ലംസ് ചെയ്ത് പഠിക്കാൻ വേണം. കൺസെപ്റ്റ് കിട്ടി ഒരു പ്രോബ്ലം ചെയ്യുന്ന കാര്യങ്ങളൊന്നും
കിട്ടിയാൽ മതി. പിന്നെ നമുക്ക് ഏത് വന്നാലും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പഠിക്കണം എന്നുള്ളതാണ്. തിയറി ഉണ്ട്, പ്രോബ്ലം ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ പേപ്പർ. ഇനി ബാക്കിയുള്ള ഓരോ പേപ്പേഴ്സിൻ്റെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇതിൻ്റെയൊക്കെ അസൈൻമെൻറ്റ് സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പല കുട്ടികളും ഇത് പഠിക്കുമ്പോൾ ചെയ്യുന്ന അബദ്ധം അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഈ ഓർഡറിൽ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ പഠിച്ചു തുടങ്ങണു, കുറച്ച് കഴിയുമ്പോൾ ബ്ലോക്ക് നമ്പർ 2 തന്നെ ലെങ്തി ആയിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോൾ എത്രത്തോളം ആയി പഠിച്ചെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പഠനം ബ്ലോക്ക് നമ്പർ 2 വരെ എത്തിയിട്ടുണ്ടാവുള്ളൂ. മെയിനായിട്ട് ചോദ്യങ്ങൾ വരുന്ന അടിയിൽ നിന്നാണ്. ആ 3, 4, 5 ഞാൻ പറഞ്ഞില്ലേ, അതിൽ നിന്നൊക്കെ നല്ലോണം ചോദ്യങ്ങൾ വരുന്ന. അപ്പം അത് ചിലപ്പോൾ കഴിയില്ല. ആദ്യത്തെ 1-2 എണ്ണത്തിൽ ആ തിയറിയും പ്രോബ്ലംസ് ഉള്ളതൊക്കെ നോക്കി വരുമ്പോഴേക്കും നമ്മളുള്ള സമയം പോകും. മെയിനായിട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയാസ് നമ്മളതുകൊണ്ട് മനസ്സിലാക്കി ചെയ്യണം. ഓക്കെ, സോ ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാതെയുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.